ബിങ്കോ. ഓ, കോസ്പ്ലേ. ഓ, ടു ഈസി. നോക്കണ്ട ജോൺ, ആ സർപ്രൈസ് കളയണ്ടല്ലോ. പക്ഷേ ഉന്നാലും ജനാദൻ. ജോനാഥൻ. ആ, ഡാഡ് വന്നു. ഡാഡ്. ഹേയ് ക്യൂട്ടു. ഹേയ്, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഗുഡ്. ഇൻട്രസ്റ്റിംഗ്. ഉറുമ്പുകൾ ഒരു കഥ പറഞ്ഞിരുന്നു, അത് അടിപൊളിയായിരുന്നു. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ തുടക്കം പോലെയുണ്ട്. ആ ട്യൂണിനെ വിട്ട് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഉറുമ്പുകൾ കേൾക്കാൻ നല്ല രസമായിരുന്നു. സാധാരണയായി ഇത്തരം ഉറുമ്പുകൾ റാണി ഉറുമ്പിന്റെ നിർദ്ദേശങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവ സ്വന്തം ഇഷ്ടപ്രകാരം നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. റാണി ഉറുമ്പ് ചത്തുപോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഈ അവസ്ഥ. കാരണം റാണി ഉറുമ്പ് ചത്താൽ ആ ഉറുമ്പ് കൂട്ടം തന്നെ ഇല്ലാതാവും. സൗണ്ട്സ് അമേസിംഗ്. സോറി, ഞാൻ നിർത്തുന്നു. ഇനി നിന്നെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നീ വീടിനകത്ത് ഇല്ലാത്തവരൊന്ന് തിരയുന്നതൊന്നും നിർത്താമോ? മീ? ഏയ്, ഞാനങ്ങനെ ചെയ്യില്ല. ഞാൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ നീ ഈ വീടൊക്കെ അലങ്കോലാക്കിയിട്ടുണ്ടാവും. അപ്പോ എനിക്കതൊക്കെ ഒന്ന് പഴയതുപോലെ ആക്കണം. നീ എന്നെ സഹായിക്കാമോ? ഡാഡ്, മാമും ഡാഡും നിങ്ങളുടെ ജോബ് സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്നത് എനിക്കറിയാം. പക്ഷേ എനിക്കെന്തോ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. ചില നിമിഷങ്ങൾ ഞാനും മിസ് ചെയ്യുന്നുണ്ട്. സൺ, ഒരു ദിവസം നിനക്കെല്ലാം മനസ്സിലാവും. പക്ഷേ ഒരു റിപ്പോർട്ടർ ആവുക എന്നത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഇത് ഫോർത്ത് സ്റ്റേറ്റ്. യാ നേരത്തെ ഇതിനെപ്പറ്റി മോം ഒരു ക്ലാസ് എടുത്തതാ. എനിക്കിതൊക്കെ ഫേക്ക് ന്യൂസ് ആയിട്ടാണ് തോന്നുന്നത്. ഇതിപ്പോ എന്തിനാ ഡാഡ് ഈ 2 ആഴ്ച പോയി നിന്നത്? ഉറുമ്പുകളുടെ ഭ്രാന്ത് കണ്ടുപിടിക്കാനാണ്. ശരിക്കും പറഞ്ഞ ഇത് ഫാസിനേറ്റിംഗ് ആണ്. അത് വേണമെങ്കിൽ ഇന്റർനെറ്റിൽ നോക്കിയാൽ പോരെ. ഡാഡ്, വലിയ ജീവൻ പണയം വെച്ചുള്ള ജോബല്ലല്ലോ ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് പോകേണ്ട കാര്യമായതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത്. നീ എന്നെ വിശ്വസിക്കണം. സൺ, ജോബ്സ്, പ്രത്യേകിച്ച് എന്റേത്, അതിൽ ചില സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സാക്രിഫൈസോ? എന്താ ഇത്ര സാക്രിഫൈസ് ഡാഡിന്റെ ജോലിക്കുള്ളത്? നീ ശരിക്കും സർപ്രൈസ് ആവും. നാളെ ഡാഡ് ഇവിടെ ഉണ്ടാവില്ലേ? എന്റെ ഗെയിമിന് വേണ്ടിയോ അതോ എന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയോ? ഡാഡ് ഇത് മറന്നു പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. ജനാഥൻ, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നീ. വാവ്, അത് കണ്ടോ? മോനെ, നിനക്കൊരു കാര്യം അറിയോ? ആ ഡാഡ്. നിന്റെ മോം ഇപ്പൊ വരുമെന്ന് തോന്നുന്നു. നീ പോയി വേഗം കുറിച്ച് ഡിന്നറിന് റെഡിയാകൂ. ഡാഡ് എങ്ങോട്ടാ? ഇപ്പഴാ ഓർത്തത്, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നിന്റെ മോമിനോട് പറഞ്ഞേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വരുമെന്ന്. ആ ഡാഡ്. ജോനാഥൻ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഡാഡ്.